എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന കാര്യം വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ വളരെ സിമ്പിളായിട്ട് ആളുകൾ അംഗീകരിക്കുന്ന ഒരു കാര്യമാണോ എന്നുള്ളത് എനിക്കറിയില്ല. ഈ ഒരു കാലഘട്ടത്തിലെ ഏറ്റവും പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു മാറ്റത്തെ പറഞ്ഞാൽ ഞാൻ ആദ്യം പറയുന്ന ഒരു കാര്യമുണ്ട്. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ആ ഒരു സ്വാതന്ത്ര്യത്തെ ആളുകൾ കൂടുതലായി അംഗീകരിച്ച് തുടങ്ങിയിരിക്കുന്നു. ഏതു തരത്തിലുള്ള ആവിഷ്കാരങ്ങളും അത് മറ്റൊരു മനുഷ്യന്റെ അവകാശങ്ങളിൽ കടന്നു കയറാതുള്ള, അത് ഹനിക്കാതുള്ളതാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അംഗീകരിക്കാനായിട്ട് റെഡിയാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ കൂടെ രാഷ്ട്രീയവും നിലപാടുമൊക്കെ പറയാനായിട്ട് ആളുകൾ പഠിച്ചു. അത്തരത്തിലുള്ള കാര്യങ്ങൾ റിസീവ് ചെയ്യാനായിട്ട് നമ്മളെല്ലാവരും പഠിച്ചു. ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് ഇത്രയധികം ഒരു സ്ഥാനം നമ്മൾ കൊടുക്കുന്ന സമയത്തും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വലിയ കാര്യമായിട്ടുള്ള സ്ഥാനം ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് ഏറ്റവും കൂടുതൽ കാണാനായിട്ട് സാധിക്കുന്നത് പോപ്പ് കൾച്ചറിന്റെ ഭാഗമായിട്ടുള്ള സിനിമ ആസ്വാദനത്തിലാണ്. സിനിമ എങ്ങനെയാണ് ആസ്വദിക്കേണ്ടത്, ഒരു സിനിമ കണ്ടതിന് ശേഷം എന്ത് അഭിപ്രായമാണ് പറയേണ്ടത്, എങ്ങനെയുള്ള സിനിമകളാണ് ഈ ഒരു കാലഘട്ടത്തിൽ വേണ്ടത്, എങ്ങനെയുള്ള സിനിമകൾ മാത്രമാണ് ഈ ഒരു കാലഘട്ടത്തിൽ വേണ്ടത് എന്നീ കാര്യങ്ങളിലൊക്കെ ആളുകൾക്ക് വലിയ പിടിവാശികളുണ്ട്. സിനിമ ആസ്വാദനം, സിനിമ ചർച്ച, സിനിമ ക്ലബ്ബ് എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അന്യം നിന്ന് പോകുന്നതിന്റെ മെയിൻ ഒരു റീസൺ എന്ന് പറയുന്നത് ഈ പോപ്പ് കൾച്ചറിന്റെ ഭാഗമായിട്ടുള്ള ആസ്വാദനവും അടിച്ചേൽപ്പിക്കലുമാണ്. ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്തും ഞാൻ കോളേജിൽ അധ്യാപകനായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്തും ഈ രണ്ട് കോളേജുകളിലും SH കോളേജ് തേവരയിലും അതേപോലെ തന്നെ സെന്റ് തോമസ് കോളേജ് തൃശ്ശൂരിലും ഉണ്ടായിരുന്ന ഒരു പരിപാടിയുണ്ട്. ലോകപ്രശസ്തമായിട്ടുള്ള സിനിമകൾ കാണാനായിട്ടുള്ള അവസരം, പബ്ലിക്കിന് കൂടി കാണാനായിട്ടുള്ള അവസരം വൈകുന്നേരങ്ങളിൽ ഒരുക്കുക. ഒരു ചെറിയ സമൂഹം വൈകിട്ട് ഒന്നിച്ചിരുന്ന് സിനിമകൾ കാണും, അവരതിനെക്കുറിച്ചിട്ട് ചർച്ച ചെയ്യും. ആ ഒരു സമൂഹത്തിൽ പ്രായമായിട്ടുള്ള ആളുകളുണ്ട്, തീരെ പ്രായം കുറഞ്ഞ ആളുകളുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, പല മേഖലയിൽ നിന്നുള്ള ആളുകളുണ്ട്. അവരിൽ പല ആളുകൾക്കും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളായിരിക്കും ആ ഒരു സിനിമയ്ക്ക് ശേഷം ഉണ്ടാവുക. അതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയൊക്കെ അവിടെ നടക്കാറുണ്ട്. ഞാൻ PG പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് വൈകുന്നേരങ്ങളിലെ ആ ഒരു ഫിലിം സ്ക്രീനിങ് എന്ന് പറയുന്നത് ഗംഭീരമായിട്ടുള്ള ചർച്ചകളുടെ ഇടമായിരുന്നു. അവിടെ നമുക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്ത പല വിരുദ്ധ അഭിപ്രായങ്ങളും വരും. ആ ഒരു അഭിപ്രായങ്ങൾ നമുക്ക് തീരെ അംഗീകരിക്കാൻ പറ്റാത്തതാണെന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്നതിനെ കുറിച്ചിട്ട് കാര്യമായിട്ടുള്ളൊരു അന്വേഷണം നമ്മൾ സ്വയം നടത്തിയിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയൊന്നുമില്ല. ആരെങ്കിലുമൊക്കെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അത് പോപ്പ് കൾച്ചറിന്റെ ഭാഗമായിട്ടുള്ള ആസ്വാദനത്തിന് എതിരായിട്ടുള്ളതാണ് എന്നുണ്ടെങ്കിൽ അപ്പം തന്നെ അയാളെ അങ്ങോട്ട് തേജോവധം ചെയ്യും. ഞാനിന്ന് ഇൻസ്റ്റഗ്രാമിൽ കണ്ട വളരെ മോശമായിട്ടുള്ള ഒരു അഭിപ്രായത്തോടുള്ള സമീപനത്തെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ പറയുന്നത്. പക്ഷെ അതിലേക്കൊക്കെ പോകുന്നതിന് മുൻപ് പോപ്പ് കൾച്ചറിന്റെ ഭാഗമല്ലാത്ത, നമ്മളിൽ പല ആളുകളും ചെയ്യാനായിട്ട് മറന്നു പോകുന്ന അല്ലെങ്കിൽ സീരിയസ് ആയിട്ട് ചിന്തിക്കാത്ത ഒരു കാര്യത്തെക്കുറിച്ചിട്ട് പറയുകയാണ്. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്, ഒരു ഓർമ്മപ്പെടുത്തലാണ്. വീട്ടിലുള്ള കുടുംബാംഗങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ ഒരു ഹെൽത്ത് ഇൻഷുറൻസിന്റെ പരിരക്ഷ ഈ ഒരു കാലഘട്ടത്തിൽ ഓൺലൈനായിട്ടൊക്കെ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ വളരെ ചെറിയ തുകയ്ക്ക്, ഉദാഹരണമായി പറഞ്ഞാൽ 300-നും 400-നും ഒക്കെ ഇടയിലുള്ള തുകയ്ക്ക് 1 കോടി വരെയൊക്കെ സുരക്ഷ നൽകുന്ന പ്ലാനുകൾ ഓൺലൈനായി നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കും. പർച്ചേസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും നൽകിയിട്ടുണ്ട്. ഈ ഒരു ലിങ്ക് വഴി നിങ്ങൾക്ക് 51-ലധികം കമ്പനികളുടെ ഇൻഷുറൻസ് ഓഫറുകളിൽ നിന്ന് കമ്പയർ ചെയ്ത് 25% വരെ ഡിസ്കൗണ്ടോടെ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനായിട്ട് സാധിക്കും. ഓൺലൈനായി നിങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നു 30 മിനിറ്റിൽ ക്ലെയിം സപ്പോർട്ട്, പോളിസിയുമായി ബന്ധപ്പെട്ട സേവനങ്ങൾക്ക് റിലേഷൻഷിപ്പ് മാനേജർ, അതോടൊപ്പം ചെക്കപ്പ് ഇല്ലാതെ ഇൻസ്റ്റന്റ് അപ്രൂവലും. ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ എടുക്കുന്ന ആളുകൾക്ക് സെക്ഷൻ 80D അടിസ്ഥാനത്തിൽ 75,000 വരെയൊക്കെ ടാക്സ് ബെനിഫിറ്റ് ഉള്ള കാര്യവും നിങ്ങൾക്ക് അറിയാവുന്നതാണ്. NRIs ഒക്കെ ഇന്ത്യയിൽ നിന്ന് പേരൻസിന് വേണ്ടി ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 18% GST അടയ്ക്കേണ്ട എന്ന ലാഭവുമുണ്ട്. ഡേ 1 മുതൽ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസുകൾക്കടക്കം കവറേജ് ലഭിക്കുന്ന പ്ലാനുകൾ 25% വരെ ഡിസ്കൗണ്ടോടെ എടുക്കുവാൻ വേണ്ടി ഡിസ്ക്രിപ്ഷനിലെയും കമന്റ് ബോക്സിലെയും ലിങ്ക് ഉപയോഗിക്കുക. വീഡിയോയിലേക്ക് തിരികെ വരുമ്പോൾ ആമുഖത്തിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തെളിയിക്കുന്ന തരത്തിലേക്കുള്ള ഒരു ഉദാഹരണം നിങ്ങളെ കൃത്യമായിട്ട് കാണിക്കേണ്ടതുണ്ട്. എന്തായിരുന്നു ഞാൻ ആമുഖത്തിൽ പറഞ്ഞത്? ആവിഷ്കാര സ്വാതന്ത്ര്യം വേണ്ടുവോളം ഉള്ള നാട്ടിൽ അഭിപ്രായ സ്വാതന്ത്ര്യം തീരെ ഇല്ല എന്നുള്ളത്. അത് തെളിയിക്കുന്ന ഒരു ഉദാഹരണം Q Studio എന്ന ഇൻസ്റ്റഗ്രാം പേജിലെ ഒരു പോസ്റ്റിന്റെ കമന്റ് ബോക്സിൽ ഞാൻ കാണുകയുണ്ടായി. അവിടെ ഞാൻ കണ്ട പോസ്റ്റ് റഫീഖ് അഹമ്മദിന്റെ ചില പരാമർശങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പോസ്റ്റായിരുന്നു. റഫീഖ് അഹമ്മദിനെ നമുക്കറിയാം, ന്യൂ ജനറേഷൻ എന്ന് നമ്മളിൽ പല ആളുകളും വിളിക്കുന്ന സിനിമകളുടെ ഒരു തുടക്കമുണ്ടായ സമയത്ത് അതിൽ പലതിലും ഗാനങ്ങൾ രചിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ രചനകൾ, അദ്ദേഹത്തിന്റെ പാട്ടുകൾ, വരികൾ, പദസമ്പത്ത് എന്നൊക്കെ പറയുന്നത് എക്കാലത്തും ഓർമ്മിക്കപ്പെടുന്നവയാണ് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം എൻ്റെ ജനറേഷൻ്റെ ഒരു ആസ്വാദനം കൊണ്ടായിരിക്കാം. ഇപ്പോൾ നമുക്ക് അങ്ങനെ ഉറപ്പിച്ച് പറയാനായിട്ടൊന്നും പറ്റത്തില്ലല്ലോ. അദ്ദേഹം ഒരു ആസ്വാദകനായി അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യത്തിൽ നിന്ന് ജനറൽ ആയിട്ടൊരു കാര്യം പറയുകയാണ്. പക്ഷെ അതിന്റെ കമന്റ് ബോക്സിൽ പോലും വലിയ അസഹിഷ്ണുതയാണ്. ആ പോസ്റ്റ് ഇങ്ങനെയാണ്. അദ്ദേഹം ഒരു വേദിയിൽ പങ്കുവച്ച കാര്യമാണ്: 2024 കണ്ട സിനിമകളിൽ ഭൂരിഭാഗവും പ്രതികാരവും വയലൻസും ചോരക്കളിയുമാണ്. നമ്മുടെ സമൂഹത്തിലും ഇതിന്റെ പ്രതിഫലനം ഉണ്ടാവുന്നു. അതൊരു അഭിപ്രായമാണ്. ആ ഒരു അഭിപ്രായത്തെക്കുറിച്ച് ചിന്തിക്കാനായിട്ടുള്ള സാഹചര്യം എവിടെയുണ്ട്? ആ ഒരു അഭിപ്രായത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട്, അതിനെക്കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. പണി
എന്ന മൂവി നമ്മൾ കണ്ടതാണ്. അതിലെ ഒരു റേപ്പ് ചിത്രീകരണത്തെക്കുറിച്ചിട്ട് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ, വിമർശനങ്ങൾ ഉണ്ടായി. എനിക്കും വിമർശനം ഉണ്ടായിരുന്നു. നമ്മളത് കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്തു. ആ ഒരു സിനിമയിൽ തൃശ്ശൂർ റൗണ്ടിൽ ഒരു കൊലപാതകം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ വളരെ യങ് ആയിട്ടുള്ള ടീനേജ് കഴിഞ്ഞിട്ടുള്ള രണ്ടാളുകളാണ് ആ ഒരു ക്രൈം ചെയ്യുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം സ്വാഭാവികമായിട്ടും 14 വയസ്സുള്ള കുട്ടികൾ ഒരു 30-കാരനെ കൊന്ന സമയത്ത് ആളുകൾക്കൊരു തോന്നലുണ്ടായി. ആ ഒരു തോന്നൽ ഉണ്ടാവരുത് എന്ന് പറയാനായിട്ട് സാധിക്കുമോ? അപ്പോഴത്തേക്ക് ഒഫൻഡഡ് ആവുകയാണ്. ഈ പോപ്പ് കൾച്ചറിന്റെ ഭാഗമായിട്ടുള്ള സിനിമാ ആസ്വാദനത്തിലെ അടിമകൾ, വേറെ ഒരാളുടെയും അഭിപ്രായം കേൾക്കാൻ ആഗ്രഹമില്ലാത്ത ആളുകൾ അങ്ങ് വയലന്റ് ആവുകയാണ്, ഒഫൻഡഡ് ആവുകയാണ്. അവർ അത്തരത്തിലുള്ള അഭിപ്രായങ്ങളെ ശക്തമായിട്ട് അങ്ങ് എതിർക്കുകയാണ്. എങ്ങനെ എതിർക്കാനായിട്ട് സാധിക്കും? സിനിമ ആളുകളെ സ്വാധീനിക്കും, പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും സ്വാധീനിക്കും. സിനിമയിലെ നല്ലതിനെയും ആളുകൾ എടുക്കാറുണ്ട്, മോശത്തെയും എടുക്കാറുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം, നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി എന്ന സിനിമ റിലീസായ സമയത്ത് നടന്നു. അതിനുശേഷമാണ് ആളുകൾ കൂടുതലായി കേരളത്തിൽ നിന്ന് ബുള്ളറ്റിലെ ട്രിപ്പ് പോകാൻ തുടങ്ങിയത്. വണ്ടിയുടെ സെയിൽസ് ഒക്കെ കൂടി. അത് സിനിമ ആസ്വാദനത്തിൽ നിന്നിട്ട് ആളുകൾ എടുത്ത പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. ആ സിനിമയിൽ തന്നെ കാര്യമായിട്ട് സിഗരറ്റ് വലി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, ഒരു ബ്രാൻഡിനെ പോലും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതിനെ ആളുകൾ എത്ര പേര് എടുത്തു എന്നുള്ളത് നമുക്കറിയില്ല. ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും പല കാര്യങ്ങൾ ആളുകളെ സ്വാധീനിക്കുന്ന തരത്തിൽ സിനിമകളിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ റഫീഖ് അഹമ്മദിന്റെ പോസ്റ്റിന്റെ ബാക്കി ഇങ്ങനെയാണ്: ഈ വർഷം താൻ കണ്ട മിക്ക മലയാള സിനിമകളുടെയും പ്രമേയം പ്രതികാരമാണെന്നും അനീതിക്ക് എതിരെയാണ് സംസാരിക്കുന്നതെങ്കിലും പ്രതികാരമാണ് മാർഗം എന്ന തരത്തിലാണ് മിക്ക സിനിമകളും മുന്നോട്ട് പോകുന്നത് എന്നും ശിവഗിരി തീർത്ഥാടന സാഹിത്യ സമ്മേളന വേദിയിൽ സംസാരിക്കവേ റഫീഖ് അഹമ്മദ് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ ഇങ്ങനെയാണ്: മലയാള സാഹിത്യത്തിന്റെ ഭാവിയെക്കുറിച്ച് സംസാരിക്കാനായിട്ടാണ് ഇവിടെ വന്നത്. മലയാള സാഹിത്യത്തിന്റെ ഭാവിയെക്കുറിച്ച് നമ്മളൊന്നും ആകുലപ്പെടേണ്ടതില്ല. സാഹിത്യം അതിൻ്റെതായ തരത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കും. അത് നമുക്ക് പ്രവചിക്കാൻ സാധിക്കുന്ന കാര്യമല്ല. അതേസമയം നാടിന്റെ ഭാവിയെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. സാഹിത്യം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ നിന്നും ഉണ്ടാകുന്ന ഒന്ന് തന്നെയാണ്. സമൂഹം ഏത് രീതിയിൽ സഞ്ചരിക്കുന്നു എന്നുള്ളത് നമുക്ക് നമ്മുടെ സാഹിത്യത്തിൽ നിന്നും സിനിമയിൽ നിന്നും വായിച്ചെടുക്കാനായി പലപ്പോഴും കഴിയും. 2024 ഏകദേശം 100ഓളം മലയാള സിനിമകൾ കണ്ട ഒരാളാണ് ഞാൻ. പലതും തിയേറ്ററുകളിൽ 1-2 ദിവസം കളിച്ചതാണ്, ചിലത് കുറേ ദിവസം കളിച്ചതാണ്, മറ്റു ചിലത് OTTയിൽ മാത്രം കാണാൻ സാധിക്കുന്നവയാണ്. ഈ സിനിമകളിലെ സിംഹഭാഗത്തിന്റെ പ്രമേയവും ഹിംസയാണ്, ചോരക്കളിയാണ്, പ്രതികാരമാണ്, വയലൻസ് ആണ്. ഇത് മാത്രമാണ് ഈ സിനിമകളിൽ കാണുന്ന കാര്യം. നീതി തന്നെയാണ് അവിടെ അടിസ്ഥാന വിഷയം. എങ്കിൽ പോലും നമുക്കുള്ള പരിഹാരം എന്ന് പറയുന്നത് പ്രതികാരമാണ്. നമ്മൾ ഉപദ്രവിച്ച ആളെ ഏറ്റവും ക്രൂരമായ രീതിയിൽ കൊല്ലുക. ഇതാണ് മിക്ക സിനിമയുടെയും ഇപ്പോഴത്തെ അടിസ്ഥാന പ്രമേയം. നമ്മുടെ സമൂഹത്തിലും ഇതിന്റെ പ്രതിഫലനം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും നമ്മുടെ ചാനലുകളിൽ ഒരു 9 മണി കഴിഞ്ഞാൽ ക്രൈം ഫയൽ, FIR, കുറ്റപത്രം തുടങ്ങിയ ഒരുപാട് പരിപാടികളാണ്. എല്ലാ ദിവസവും അവർക്ക് വിഷയങ്ങൾ ലഭിക്കുന്നുണ്ട്. ഇത്രയും ഹിംസാത്മകമായ ഭീകരമായ ലോകത്ത് നമ്മൾ ജീവിക്കുന്നു. നമ്മുടെ സാഹിത്യത്തിലും സിനിമയിലുമെല്ലാം ആ പ്രതിഫലനമാണ് ഉണ്ടാവുന്നത്. ആ പ്രതിഫലനമാണോ വേണ്ടത് എന്നാണ് സാഹിത്യത്തിന്റെ ഭാവിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്. കാലങ്ങളായിട്ട് ഇവിടെ തുടരുന്ന ചില രീതികളുണ്ട്, ചില സമ്മേളനങ്ങളുണ്ട്. അത് ആസ്വാദകരുടെ സമ്മേളനമാണ്. കേൾക്കാനായിട്ട് വരുന്ന ആളുകളാണ്. കേൾക്കാനായിട്ട് ഒരു വലിയ കൂട്ടം ആളുകൾ അങ്ങടേക്ക് വരാറുണ്ട്, വ്യത്യസ്ത അഭിപ്രായങ്ങൾ കേൾക്കാനായിട്ട്. കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അതിൻ്റെ ഒരു ഉദാഹരണമാണ്. അതേപോലെ തന്നെ കൃതി ബുക്ക് ഫെസ്റ്റിവൽ അതിൻ്റെ ഒരു ഉദാഹരണമാണ്. നിരവധി സാഹിത്യ സമ്മേളനങ്ങൾ നടക്കാറുണ്ട്. പോപ്പ് കൾച്ചറിൻ്റെ ഭാഗമായിട്ടുള്ള ആർട്ടും അതിൻ്റെ ആസ്വാദകരും ഇത്തരത്തിലുള്ള വേദികളിൽ നിന്ന് ഒത്തിരിയധികം അകലം പാലിച്ചിരിക്കുന്ന ആളുകളാണ്. കാരണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങളെ റിസീവ് ചെയ്യാനായിട്ടുള്ള ഒരു എന്താ പറയുന്നത്, ക്ഷമയില്ല. ഇപ്പോൾ റഫീഖ് അഹമ്മദ് സോഷ്യൽ മീഡിയയിലെ ആഘോഷങ്ങൾ അല്ലെങ്കിൽ കലയുടെ ആഘോഷങ്ങൾ നടക്കുന്ന ഒരിടത്തേക്ക് വന്ന സമയത്താണ് ഇത്രയധികം വിമർശനങ്ങൾ ഏൽക്കുന്നത്. പക്ഷെ അദ്ദേഹം ആ ഒരു വേദിയിൽ ഈ ഒരു അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുന്ന സമയത്ത് ആരും ഇതിനെ എതിർക്കപ്പെടേണ്ട ഒന്നായി നോക്കിക്കാണില്ല. വിമർശനങ്ങൾ ഉണ്ടാവും, അത് വളരെ ഹെൽത്തി ആയിട്ട് പങ്കുവയ്ക്കും. സോഷ്യൽ മീഡിയയിലേക്ക് വരുമ്പോൾ, പോപ്പ് കൾച്ചറിന്റെ ഭാഗമായിട്ടുള്ള ആസ്വാദകർ കൂടുതലായി ഉള്ള ഇടങ്ങളിലേക്ക് വരുമ്പോൾ അഭിപ്രായം പങ്കുവയ്ക്കാനായിട്ട് തീരെ പറ്റില്ല. ഇതിന്റെ കമന്റ് ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് ആണ് കൂടുതൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അവരുടെ അഭിപ്രായങ്ങളൊന്നും വലിയ കാര്യമായിട്ട് ആരും പങ്കുവയ്ക്കുന്നില്ല, അല്ലെങ്കിൽ വിമർശനങ്ങൾ പങ്കുവയ്ക്കുന്നില്ല. റെസിസ്റ്റൻസ് ആണ്. ഒരാൾ ഒരു അഭിപ്രായം പറഞ്ഞു, അതിനെ എത്രയും പെട്ടെന്ന് തടഞ്ഞ് അങ്ങോട്ട് ഒഴിവാക്കുക. കാരണം നമ്മൾ കൂടുതൽ ആഘോഷിക്കപ്പെടുന്ന എന്തോ ഒരു സാധനത്തിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അതാണ് നമ്മുടെ പണി. എല്ലാ ആളുകളും ഒരേ പണി എടുക്കണം എന്നുള്ളൊരു നിർബന്ധ ബുദ്ധി ഇതിൻ്റെ കമന്റ് ബോക്സിലുണ്ട്. പറച്ചിൽ കേട്ടാൽ തോന്നും ലോകമഹായുദ്ധം രണ്ടും ഈ നൂറ്റാണ്ടിലാണ് നടന്നത് എന്ന്. ചോരക്കളിയുടെ കാര്യം പറഞ്ഞാൽ ആദ്യം നിരോധിക്കേണ്ടത് മതങ്ങളും രാഷ്ട്രീയവുമാണ്. അത്ര ചോരക്കളി സിനിമകളിലില്ല. ഇതിൻ്റെ താഴെ അദ്ദേഹത്തെ കൂടുതലായി പരിഹസിക്കുന്ന കമന്റുകൾ മാത്രമാണ്. നന്മ പടം മാത്രം എടുത്താൽ നന്നാകുമോ? എന്റർടൈൻമെന്റിനാണ് പ്രാധാന്യം. ക്രിമിനൽ മൈൻഡ് ഉള്ളവൻ സിനിമ പ്രേമി ആകില്ല. കലാകാരൻ ക്രിമിനൽ ആകുന്നത് കുറവാണ്. രാഷ്ട്രീയക്കാർ കാണിക്കുന്ന അത്ര പോക്കൃത്തരം സിനിമാക്കാർ കാണിക്കുന്നില്ല. ഇവിടെയൊക്കെ കോമൺ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. എങ്ങനെയാണ് ഈ ഒരു അഭിപ്രായങ്ങൾ രൂപപ്പെട്ടു വരുന്നത്? ഇവിടെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളില്ല, എല്ലാം ഒരേ തരത്തിലുള്ള അഭിപ്രായങ്ങളാണ്. രാഷ്ട്രീയം വളരെ മോശമാണ്, അധികാര ശ്രേണി വളരെ മോശമാണ്, സിനിമ വളരെ നല്ലതാണ്, ആസ്വാദനം മാത്രമാണ് സംഭവം. വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളില്ല. എങ്ങനെയാണ് ഈ ഒരു കോമൺ ആയിട്ടുള്ള ഒരു അഭിപ്രായം രൂപപ്പെട്ടു വരുന്നത്? അത് ഈ പോപ്പുലർ സിനിമകളിൽ നിന്ന് കിട്ടിയ ഒരു അഭിപ്രായമാണ്. വളരെ ഈസിയാണല്ലോ. ഒരു വയലൻസ് കുത്തി നിറച്ച മൂവി ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്.
ഇപ്പോൾ നായകൻ്റെ കുടുംബത്തെ ബാധിക്കുന്ന ഒരു സംഗതി വരുന്നു. നായകൻ്റെ കുടുംബത്തെ ബാധിക്കുന്ന ഒരു സംഗതി വന്നു കഴിഞ്ഞാൽ പിന്നെ നായകനാണ് എന്നുണ്ടെങ്കിൽ, ഹീറോ ആണ് എന്നുണ്ടെങ്കിൽ നിയമത്തിന് അതീതമായി പ്രവർത്തിക്കണം. കാരണം എന്താണ്? നിയമം വളരെ മോശമാണ്, അധികാര ശ്രേണിയിലുള്ളവരെല്ലാം അഴിമതിക്കാരാണ്, പൊളിറ്റിക്സ് വളരെ മോശമാണ്, അവിടെയും നമുക്ക് രക്ഷയില്ല. അതുകൊണ്ട് പ്രതികാരത്തിനിറങ്ങണം, മാക്സിമം ക്രൂരമായിട്ട് കൊല്ലണം. കൊന്നു കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ സിനിമകളിൽ കൂടെ പറയുന്നതാണ്, കോടതിയിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ ശിക്ഷ ഒഴിവാക്കാനായിട്ടുള്ള സാധ്യത ഉണ്ട്. പണവും സ്വാധീനവും ഉണ്ടെങ്കിൽ അഴിമതിക്കാരായിട്ടുള്ള ജഡ്ജസും അതേപോലെ തന്നെ അഡ്വക്കേറ്റ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കൊല്ലണം, കൊല്ലുന്നതാണ് നീതി, പ്രതികാരമാണ് നീതി. ഇതിങ്ങനെ പല സിനിമകളിലും പറയുകയാണ്. അവസാനം പിന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് അത് പ്രൊമോട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നായകനും എങ്ങനെയെങ്കിലുമൊക്കെ ചാവുന്ന ചില സംഭവങ്ങൾ കാണിക്കുമെന്നുള്ളത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാലും ബാക്കിയുള്ള കംപ്ലീറ്റ് സിസ്റ്റത്തെ മുഴുവൻ പ്രശ്നമാണ് എന്ന് വരുത്തി തീർത്തിട്ട്, അതെന്തോ വേറെ യൂണിവേഴ്സാണ്, നമ്മളിൽപ്പെട്ട ആളുകളൊന്നും അല്ല അവിടെ ഉള്ളത് എന്നുള്ളൊരു രീതിയിലെല്ലാം വരുത്തി തീർത്തിട്ട് ഒരു മെസ്സേജ് അവസാനം ഇട്ട് കൊടുക്കും. ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല, ഞാൻ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ വൻ കരച്ചിലും പരിപാടിയൊക്കെ ആവും. ഒരു സിനിമയുടെ ഫാൻസ്, റീസെൻ്റായിട്ട് ഇറങ്ങിയിരിക്കുന്ന ഒരു സിനിമയുടെ ഫാൻസ് കാര്യമായി തന്നെ വന്ന അഭിപ്രായം രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അവരുടെ ഉള്ളിലുള്ള ഒരു പേടി എന്ന് പറയുന്നത്, അവരുടെ ആ ഒരു ചിന്ത എന്ന് പറയുന്നത്, തങ്ങളുടെ ആരാധന പുരുഷൻ്റെ സിനിമയ്ക്കെതിരെയാണ് ഇവർ സംസാരിക്കുന്നത്. ഇവരോടൊക്കെ നമ്മൾ പെർമിഷൻ എടുക്കണം. ഇപ്പോഴത്തെ ഈ ഒരു ആസ്വാദക കൂട്ടത്തോട്, നിലവാരമില്ലാത്ത ആളുകളോട് നമ്മൾ പെർമിഷൻ എടുക്കണം. ഞങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ചർച്ച ചെയ്തോട്ടെ, നിങ്ങളുടെ ഏതെങ്കിലും സിനിമ ഇറങ്ങിയിട്ടുണ്ടോ, അതിൻ്റെ പ്രമേയമാണ് എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആ ഒരു സിനിമയെ തകർക്കാൻ വന്നതാണ് എന്നൊക്കെ നിങ്ങൾ പറയുമല്ലോ. ഇവിടെ റഫീഖ് അഹമ്മദ് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യം, ഒരു കാലഘട്ടത്തിൽ ഇറങ്ങുന്ന സിനിമ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ആർട്ട് എന്ന് പറയുന്നത്, എഴുത്തെന്ന് പറയുന്നത് ആ ഒരു കാലഘട്ടത്തിലെ സാമൂഹിക സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അല്ലാതെ അത് ആളുകൾക്ക് കണക്റ്റ് ആവില്ലല്ലോ. അപ്പോൾ ആ ഒരു സിനിമയും ആ ഒരു രീതിയിൽ നോക്കിക്കാണണം. ചില വിമർശനങ്ങൾ ഉണ്ടാവണം, ചില ചർച്ചകൾ ഉണ്ടാവണം എന്നുള്ളതാണ്. അല്ലാതെ പിന്നെ എപ്പോൾ ചർച്ച ചെയ്യാനാണ്? ഒരു ആർട്ട് ഫോം ആളുകൾക്ക് ആസ്വദിക്കാൻ പറ്റുന്നതാണ് എന്നുണ്ടെങ്കിൽ അത് സുഖമായിട്ട് വിൽക്കപ്പെടും. അഭിപ്രായങ്ങൾ അതിനുവേണ്ടി കുറേ കാലത്തേക്ക് മൂടി വയ്ക്കണം എന്ന് പറയുന്നത് ഈ ഒരു കാലഘട്ടത്തിന് മാത്രം പ്രത്യേകതയാണ്. അവർക്ക് എത്ര വയലൻസ് വേണമെങ്കിലും കാണിക്കാൻ പറ്റുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുത്തത് ഇവിടെയുള്ള ആസ്വാദക സമൂഹമാണ്. ഈ ഒരു കാലഘട്ടത്തിലെ ഏറ്റവും വയലന്റ് മൂവി എന്ന് പറഞ്ഞിട്ടാണ് ഒരു മൂവി ഇറങ്ങിയത്. അതുവരെ ആ ഒരു വയലൻസിനെ ആളുകൾ അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യത ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ആ ഒരു സാധ്യത ഉണ്ടാക്കിയത് ആസ്വാദകരാണ്. എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട മറ്റൊരു വിമർശനം പറയാനായിട്ടുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. റഫീഖ് അഹമ്മദിനെ പോലുള്ള ഒരു കലാകാരൻ, മലയാള സിനിമയിൽ ഇത്രയും ഗംഭീരമായിട്ടുള്ള ഗാനങ്ങൾ രചിച്ചിട്ടുള്ള കലാകാരൻ, തൻ്റെ ഒരു അഭിപ്രായം ആ ഒരു മേഖലയിലെ കാലങ്ങളായിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ച്, സിനിമ കാഴ്ച വെച്ച്, 100 സിനിമകൾ കണ്ട എക്സ്പീരിയൻസ് വെച്ച് പറയുന്ന സമയത്ത് അതിൻ്റെ കമൻറ്റ് ബോക്സിൽ റീസെൻ്റ് ആയിട്ട് ഇറങ്ങിയ ഏതോ ഒരു സിനിമയുടെ സ്റ്റാറിനോടുള്ള ദേഷ്യം കൊണ്ടാണോ എന്നൊക്കെ ചോദിക്കുന്നവന്മാരുടെ നിലവാരം എത്ര ലോ ആയിരിക്കും എന്നുള്ളത് ആലോചിക്കുക. അവിടെയാണ് മലയാള സിനിമയുടെ ക്വാളിറ്റിയെ കുറിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത്തരത്തിലുള്ള ഒരു കൂട്ടം ആസ്വാദകർക്ക് വേണ്ടി ആവിഷ്കാര സ്വാതന്ത്ര്യം ഉപയോഗിക്കുന്നു. അത്തരത്തിലുള്ള ഒരു ആസ്വാദക കൂട്ടം അതൊക്കെ കണ്ടിട്ട് ബാക്കിയുള്ള ആളുകളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നു. അവസാനം പതിവ് രീതിയിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ നിന്ന് എന്തോ മതം കണ്ടുപിടിച്ചതുപോലെയുള്ള കോൺഫിഡൻസിലുള്ള ആക്ഷേപങ്ങൾ വേറെ. ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആവിഷ്കാര സ്വാതന്ത്ര്യം വേണ്ടോളം ഉണ്ട്, അഭിപ്രായ സ്വാതന്ത്ര്യം തീരെയില്ല എന്ന് പറഞ്ഞ ഒരു കാര്യം. ഏതായാലും വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ ഒരു കാര്യത്തെ വീണ്ടും ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പോപ്പ് കൾച്ചറിൻ്റെ ഭാഗമല്ലാത്ത ഒരു കാര്യമാണ്. അതൊന്നും നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ട് ആളുകൾ പ്രാക്ടീസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ആളുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് സ്വാധീനിക്കപ്പെടുന്നില്ല. അതാണ് ഈ ഹെൽത്ത് ഇൻഷുറൻസ് പോലുള്ള കാര്യങ്ങൾ. ഭയങ്കര സ്നേഹമാണ്, കുടുംബക്കാർക്ക് വേണ്ടി കൊല്ലാനും ചാവാനും ഒക്കെ ഇറങ്ങി നടക്കും. എന്നാൽ അവർക്ക് രോഗം വരുന്ന സമയത്ത് ബെറ്റർ ആയിട്ടുള്ള ഒരു ചികിത്സ കൊടുക്കാനായിട്ടുള്ള സാധ്യത ഒരുക്കുന്ന ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഈ പറയുന്ന മാസ് ഹീറോസ് അധികമായി എടുത്തു വയ്ക്കാറില്ല. ഈ അടിമ ഫാൻസും എടുത്തു വയ്ക്കാറില്ല. ചെറിയ തുകയൊക്കെ ഉള്ളൂ. 51-ലധികം കമ്പനികളുടെ വ്യത്യസ്തമായിട്ടുള്ള ഇൻഷുറൻസ് പ്ലാനുകളിൽ നിന്ന് 25% വരെ ഡിസ്കൗണ്ടോടെ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുവാൻ സാധിക്കുന്ന ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും നൽകിയിട്ടുണ്ട്. ഈ വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക. നന്ദി.